പല സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾക്ക് നമ്മളോടുള്ള സ്നേഹം, അവർ കാണിക്കുന്ന ഒരു കരുതൽ, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ മസ്കറ്റിൽ പോയിരുന്നു. അപ്പോൾ അവിടെ വൈകിട്ട് എന്നെ കൊണ്ടുപോയ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ശംഭു, പിന്നെ അതുപോലെ രതീഷ്, കണ്ണൻ നായർ, അവരെല്ലാം കൂടെ റെജി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി. റൈച്ചേട്ടൻ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഓണർ എന്നെ കാണുന്നത്. അപ്പോൾ പുള്ളി ഭയങ്കര പറഞ്ഞു, അവിടെ ഹിന്ദിക്കാരനായിരുന്നു. അവിടെ പൈസ തിരിച്ചു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത പൈസ തിരിച്ച് തരികയും എന്നിട്ട് അവനോട് പറഞ്ഞു ഇത് ആരാന്ന് അറിയത്തില്ല എന്നൊക്കെ, ഇവിടെ നമ്മുടെ അവിടെ വന്നത് തന്നെ നമുക്ക് ഭാഗ്യമാണ്. അപ്പോൾ ഈ കൂടെ വന്നവർ പറഞ്ഞു ഇത് ആദ്യമേ പറഞ്ഞിരുന്നത് ഞങ്ങൾ കുറച്ചുകൂടെ മേടിച്ച് കഴിച്ചു തരായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്നേഹിക്കുന്ന ആളുകൾ അത്രയേറെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതിൽ തമാശയുണ്ടേ. തിരിച്ചു വന്നപ്പോഴേ ഇത് ട്രോളാവും ചിലപ്പം. തിരിച്ചു വന്നപ്പോൾ ഞാൻ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നപ്പം ഈ നമ്മൾ വരുമ്പോഴേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കേണ്ടത് ഡ്യൂട്ടി ഫ്രീ എന്നുള്ള സാധനമാണ്. അപ്പം ഞാനെന്നാൽ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പെരിയ ഡ്യൂട്ടി ഫ്രീയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോൾ ഒരാൾ വന്ന് ഹരിപത്രാവരല്ലേ ഞാൻ പറയാതെ എന്ത് ചെയ്ത് ഞാൻ പറയാം ഇങ്ങനെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി. അത് കുഴപ്പമില്ല, വാ ഇതെടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതെടുക്കുന്നതാണ്, ഇതാകുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് തന്നിട്ട് പുള്ളി പേ ചെയ്തു. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കൊടുക്കാം. പുള്ളിയോട് വേണ്ട അത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ മദ്യത്തിന് പൈസ മുടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ എടുത്തിട്ട് മേടിച്ചു. അവരെ രസകരമായ അത് രസകരമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാസ്ക് വെച്ച് ആരും കാണാതെ പോകുമ്പോൾ കണ്ടുപിടിക്കുക, ഇത്രയും ഭാഗം വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് സൗണ്ട് കുറച്ച് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. അത് വ്യത്യസ്തമായ സൗണ്ടാണ്. അതിനകത്ത് ബേസും ഉണ്ട്, എന്നാൽ ചെറിയ നോയ്സ് സൗണ്ടും ഉണ്ട്. അത് അപ്പം ഇങ്ങനെയുള്ള സ്നേഹം ഇപ്പം കള്ള് മേടിച്ച് തന്നത് കൊണ്ടോ ഫുഡിന് പൈസ കൊടുക്കാത്തത് കൊണ്ടോ അല്ലാതെയും ഞാൻ പല സ്ഥലത്ത് പോകുമ്പം ആളുകളുടെ ഒരു സ്നേഹം കാണുമ്പോൾ അല്ല ചേട്ടാ, നമ്മൾ ഇപ്പം ചേട്ടൻ പറഞ്ഞ ചേട്ടൻ സെലിബ്രിറ്റി തന്നെയാണ്. സെലിബ്രിറ്റീസ് പോകുമ്പോൾ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നമ്മൾ അറിയാം സ്റ്റുഡിയോ ഷിജു പണിഞ്ഞിട്ട് സ്റ്റുഡിയോ ഇരിക്കുന്നത് കൊട്ടാരക്കര വാർത്തകൾ. അപ്പോൾ പുള്ളി തന്നെ എത്രയോ പ്രാവശ്യം ദുബായിൽ പോയിട്ടുണ്ട്, ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. ചേട്ടൻ അറിയാമല്ലോ, സെലിബ്രിറ്റീസിനെ കൊണ്ടുപോകും, അവർക്ക് ഇഷ്ടമുള്ള മേടിച്ച്. അത് തന്നെയാണ് ചേട്ടനോട് കാര്യം. ഷിജുവിൻ്റെ ഒരു സംഭവമുണ്ട് ഈ മസ്കറ്റിൽ തന്നെ. മസ്കറ്റിൽ ഞാൻ ഒരു ദിവസം ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ യാത്ര പോയപ്പോഴേ എന്നോട് പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു, ഒരു കൊട്ടാരക്കര കണ്ണാടി വെച്ചൊരു ന്യൂസ് ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് കൂളിംഗ് ഗ്ലാസ് വേണം. അപ്പം ഞാൻ ഷിജുവിനെ വിളിച്ച് പറഞ്ഞു, ഷിജു എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് തരാമോ? പിന്നെന്താണ് നല്ല റെയ്ബാൻ തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഷിജു എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് തന്നു. അത് വെച്ചിട്ട് പോയി. അപ്പം ഞാൻ അവരോട് പറഞ്ഞാൽ ഇതാ പുള്ളിയുടെ കൂളിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്ത് അവരെ കാണിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അല്ല, സ്നേഹം എന്ന് പറയുന്നത് എതിർക്കുന്നവരും ഉണ്ടാവാം, പക്ഷേ നമ്മൾ അത് നോക്കുന്നില്ല, സ്നേഹിക്കുന്നവരെ നോക്കിയാൽ മതി. എന്തിനാണ് എതിർക്കുന്നത്? ചേട്ടാ, പലരുടെയും ചോദ്യങ്ങളുണ്ട്. ഈ ജ്യോത്സ്യന്മാർ എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചില ജ്യോത്സ്യന്മാർ ക്ഷയിച്ചു പോകുന്നുണ്ട്. അതായത് ഈ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാതെ ക്ഷയിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും ചേട്ടൻ്റെ അല്ല, ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് ഈ ശരിക്കും പറഞ്ഞാൽ മന്ത്രവാദം, ഹോമം, പൂജയൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ നല്ല പൈസയുണ്ട്. പിന്നെ ഈ ക്ഷയിച്ചു പോകുന്നതിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ പോലൊക്കെ ഇരിക്കുന്നതോ അല്ലെ എൻ്റെ അച്ഛനെ പോലൊക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കാം. കാരണം പണമുണ്ടാക്കാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. എനിക്കെന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിന് വിപരീതമായി അപ്പുറത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ താഴെ കമൻറ്റ് വരും, ആടാ ഊളെ, നീ തരികടയാടാ, നീ ഫ്രോഡാന്ന് പറയാതെ നീ ഇന്ന കാര്യത്തിന് ഇങ്ങനെ പറ്റിച്ചു എന്ന് പറയുന്ന ഒരു കമൻറ്റ് കാണത്തില്ല. ജെനുവിനായിട്ട് വേറെ കള്ളം പറഞ്ഞ് എഴുതാം, അത് ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ല, തീവ്ര നിലപാടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിന്റെ താഴെയും കമന്റ് ഇടാം, നീ ഊളയാടാ, നീ ഫ്രോഡാടാ. ശരിക്കും പറഞ്ഞാൽ ഊളയാന്ന് പറഞ്ഞാൽ ഞാൻ താഴെ അതിപ്പോഴാണോ നിങ്ങൾ അറിയുന്നേ എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുക്കാം. നമ്മൾ ഊളയല്ലെന്ന് നമ്മൾ പറയുമ്പോഴല്ലേ ഉള്ളൂ പ്രശ്നം. നമുക്ക് അങ്ങനെ ധാരണയില്ല, ഊളയാണ്, തരികടയാണ്, ഫ്രോഡാണ്. പക്ഷെ ഏത് കാര്യത്തിൽ കാണിച്ചു? നിങ്ങളോട് പുറത്ത് പറയുന്നതിന് വിപരീതമായി എൻ്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളെ ഹിന്ദു ആചാരങ്ങളുടെ അതിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ ഭയപ്പെടുത്തി ഞാൻ പൈസ മേടിച്ചെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണത്. ഇത് ചെയ്യരുത്, പൈസ കൊണ്ട് കൊടുക്കുന്നതല്ല. നമ്മൾ ഈശ്വരവിശ്വാസികൾ, ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനെ മുൻനിർത്തി പോകുന്നതാണ് എന്ന് ഞാൻ അവിടെയും പറയാറുള്ളൂ, ഇവിടെയും പറയാറുള്ളൂ. അല്ല, നിരീശ്വരവാദം പ്രോത്സാഹിപ്പിക്കാറില്ല, ഞാൻ ഈശ്വരവിശ്വാസിയാണ്. അതേ പറയാം, ഇത് അങ്ങനെ പലരും പറയുന്നുണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കാതിരിക്കും, നമുക്ക് നല്ലതെടുക്കാം. എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് എപ്പോഴും നല്ലത് തന്നെയാണ്.